ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 മെയ് 14 ബുധനാഴ്ച രാത്രി 10:36 വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ശുക്രൻ്റെ ക്ഷേത്രവും ശത്രുക്ഷേത്രവുമായ ഇടവം രാശിയിൽ നിന്ന് വ്യാഴം മാറുന്നത് മറ്റൊരു ശത്രുക്ഷേത്രവും ബുധൻ്റെ ക്ഷേത്രവുമായ മിഥുനം രാശിയിലേക്കാണ്. ഒരു രാശിയിൽ ശരാശരി ഒരു വർഷക്കാലം സഞ്ചരിക്കുന്ന വ്യാഴം ശനിയും രാഹുകേതുക്കളും കഴിഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. 2025 മെയ് 14 മിഥുനം രാശിയിൽ പ്രവേശിക്കുന്ന വ്യാഴം 2025 ഒക്ടോബർ 19 ഉച്ചയ്ക്ക് 12:57 ചന്ദ്രൻ്റെ ക്ഷേത്രവും വ്യാഴത്തിൻ്റെ ഉച്ചരാശിയുമായ കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്നു. 2025 നവംബർ 11 വൈകുന്നേരം 6:31 വ്യാഴം അത്യുച്ചത്തിൽ എത്തുകയും പിന്നീട് പ്രതിലോമമായി സഞ്ചരിച്ച് 2025 ഡിസംബർ 4 രാത്രി 8:39 വീണ്ടും മിഥുനം രാശിയിൽ എത്തുകയും ചെയ്യുന്നു. അതായത് 2025 വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്കും അവിടെ നിന്ന് കർക്കിടകം രാശിയിലേക്കും തിരികെ മിഥുനം രാശിയിലേക്കും സംക്രമിക്കുന്നു. പ്രപഞ്ചശക്തികൾക്ക് ചൈതന്യം പകരുകയും വ്യക്തിജീവിതത്തെയും സമൂഹത്തെയും മാത്രമല്ല ലോകഗതിയെ തന്നെ സ്വാധീനിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം. വ്യക്തിജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുവാൻ കഴിവുള്ള ഗ്രഹമാണ് വ്യാഴം. വ്യാഴം നൽകുന്ന ഫലങ്ങൾ ഗുണമായാലും ദോഷമായാലും കാലതാമസം കൂടാതെ പെട്ടെന്ന് തന്നെ ലഭിച്ചു തുടങ്ങും എന്നതാണ് ഈ ഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത. വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥയാണ് ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നതും. ഒരു വ്യക്തി ജനിച്ച കൂറിൻ്റെ 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് കൂടുതൽ നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നത്. മറ്റു ഭാവങ്ങൾക്ക് ജാതകത്തിൽ പല ഗുണങ്ങളും ചെയ്യാനാകും, എന്നാൽ ചാരവശാൽ അത്ര ഗുണകരമല്ല. 4, 12 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭാവിയിൽ പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം നിക്ഷേപിക്കാവുന്നതാണ്. വസ്തുവോ വീടോ വാങ്ങുന്നതിൽ തെറ്റില്ല. 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പുതിയ വീട് നിർമ്മിക്കുകയോ വീടിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുകയോ ആകാം. മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിന് തുലാം, ധനു, കുംഭം എന്നീ രാശികളിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട്. ദേവഗുരുവും സർവേശ്വരകാരകനുമായ വ്യാഴത്തിൻ്റെ 2025 ഈ രാശിമാറ്റങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകളിലായുള്ള അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ വ്യക്തിജീവിതത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ കാൽഭാഗവും അടങ്ങിയ മേടക്കൂറുകാർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം ഇവർക്ക് 3-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. പൊതുവെ അലസത വർദ്ധിക്കും. തൊഴിൽ മേഖലയിൽ പല മാറ്റങ്ങളും സംഭവിക്കും. ജീവിതത്തിൻ്റെ പല മേഖലകളിലും തടസ്സങ്ങൾ നേരിടുന്നതാണ്. അലസത ഉപേക്ഷിച്ച് കഠിന അധ്വാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിഞ്ഞാൽ നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിയും. മതപരമായ കാര്യങ്ങളിൽ സജീവമായി പങ്കെടുക്കും. തീർത്ഥയാത്രകൾക്കും അവസരം ഉണ്ടാകും. ജീവിത പങ്കാളിയുടെ പ്രോത്സാഹനവും സഹകരണവും ലഭിക്കും. സഹോദരങ്ങളുമായുള്ള ബന്ധം കൂടുതൽ കരുത്താർജിക്കും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. 7, 9, 11 എന്നീ ഭാവങ്ങളിലേക്ക് വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടി ഉള്ളതിനാൽ ബിസിനസ് വിപുലീകരണം സാധ്യമാകും. ദാമ്പത്യത്തിൽ പരസ്പര ഐക്യം വർദ്ധിക്കുന്നതാണ്.
പരസ്പര ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. വരുമാനത്തിൽ കാര്യമായ നേട്ടത്തിനുള്ള സാധ്യതയുണ്ട്. സുഹൃത്ത് വലയം വിപുലമാകും. സമൂഹത്തിൻ്റെ പ്രീതിയും ബഹുമാനവും ആർജിക്കും. പിതാവുമായുള്ള ബന്ധം സുഖകരമായിരിക്കും. പാരമ്പര്യ തൊഴിലുകളിൽ മെച്ചമുണ്ടാകും. ചെറുകിട സംരംഭങ്ങൾ പുഷ്ടിപ്പെടും. സ്വയം അധ്വാനിച്ചുള്ള കൃഷിയിൽ ലാഭം പ്രതീക്ഷിക്കാം. അന്യദേശത്ത് കഴിയുന്നവർക്ക് പുതിയ ജോലിക്കായി ശ്രമിക്കേണ്ടി വന്നേക്കാം. തൊഴിൽ സാഹചര്യം ഏറെക്കുറെ അനുകൂലമാകും. വിവാഹ തടസ്സങ്ങൾ നീങ്ങും. കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. ആശ്രിതരുടെ സഹകരണം ലഭിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും പണവും പ്രശസ്തിയും ലഭിക്കും. ഉന്നത സ്ഥാനീയരുടെ സഹായം ഉണ്ടാകും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് പരിശ്രമം വിജയിക്കുന്നതാണ്. ശത്രുക്കളെ കൊണ്ടും അസൂയാലുക്കളെ കൊണ്ടും മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ കുടുംബത്തിൽ സന്തോഷം നിറയും. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. പുതിയ വാഹനമോ വീടോ സ്വന്തമാക്കും. വീട് അറ്റകുറ്റപ്പണികൾ നടത്തുകയോ മൂടിപ്പിടിപ്പിക്കുകയോ ചെയ്യും. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് ഇഷ്ടവിഷയങ്ങളിൽ പ്രവേശനം ലഭിക്കുന്നതാണ്. അന്യനാട്ടിൽ പഠനത്തിന് അവസരം ഉണ്ടാകും. മാതാവിൻ്റെ സ്വത്ത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ വിഷമിപ്പിച്ചേക്കും. സുഖഭോഗങ്ങളിൽ താല്പര്യം കൂടും. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നതാണ്. സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായേക്കാം. സഹപ്രവർത്തകരുടെ സഹകരണം, പെരുമാറ്റം എന്നിവ സുഖകരമായേക്കില്ല. പല കാര്യങ്ങളിലും ജാഗ്രത വേണ്ടിവരും. കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരം ആദ്യ പകുതിയും അടങ്ങിയ ഇടവക്കൂറുകാർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം ഇവർക്ക് 2ാം ഭാവത്തിലേക്കാണ്. സംസാരത്തിൽ പക്വത നിഴലിക്കും. വാക്കുകൾ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടും. ഉപദേശം തേടി മറ്റുള്ളവർ സമീപിച്ചേക്കും. കുടുംബജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും. ഒരു വർഷമായി അനുഭവിച്ചിരുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമാകും. എല്ലാ മേഖലകളിലും ഒരു പുരോഗതി ദൃശ്യമാകും. ചിന്തകൾക്ക് തെളിമയുണ്ടാകും. ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നതാണ്. പുരോഗതിയിലേക്കുള്ള വഴി തുറക്കപ്പെടും. തൊഴിൽ തേടുന്നവർക്ക് അർഹമായ അവസരങ്ങൾ വന്നെത്തും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം, വേതന വർധനവ്, ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വതന്ത്ര ചുമതല വഹിക്കാനാകും. അവിവാഹിതർക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കും. സാമ്പത്തിക മേന്മ, കടമകൾ നിറവേറ്റും. വിദേശയാത്രകൾക്കുള്ള ഭാഗ്യം തെളിയും. ശത്രുക്കൾ മിത്രങ്ങളാകും. ദാമ്പത്യ സുഖം ലഭിക്കും. സന്തതികൾ മൂലം സന്തോഷം ഭവിക്കും. ലക്ഷ്യബോധവും ചുമതലാബോധവും ഉണ്ടാകും. സാമ്പത്തിക നില മെച്ചപ്പെടുന്നതാണ്. ബിസിനസ്സിലും ജീവിതത്തിലും ടെൻഷനും തടസ്സങ്ങളും നീങ്ങും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ദൂരയാത്രകൾ ഗുണകരമാകും. ഉല്ലാസയാത്രയ്ക്കും അവസരമുണ്ടാകും. ശനി 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും. ലോട്ടറിയിലും ഊഹക്കച്ചവടത്തിലും ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അവസരമാണ്. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ തീർത്ഥയാത്രകൾക്ക് അവസരങ്ങളുണ്ടാകും. കുടുംബാംഗങ്ങളിൽ നിന്നുമുള്ള പിന്തുണയും സ്നേഹവും ഉണ്ടാകും. ദാമ്പത്യത്തിൽ പരസ്പര ഐക്യം വർദ്ധിക്കുന്നതാണ്. സ്വയം അധ്വാനിച്ചുള്ള കൃഷിയിൽ ലാഭം പ്രതീക്ഷിക്കാം. അന്യദേശത്ത് കഴിയുന്നവർക്ക് പുതിയ ജോലിക്കായി ശ്രമിക്കേണ്ടി വന്നേക്കാം. തൊഴിൽ സാഹചര്യം ഏറെക്കുറെ അനുകൂലമാകും. കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ച വേണ്ടിവരും. ആശ്രിതരുടെ സഹകരണം ഉണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും പണവും പ്രശസ്തിയും ലഭിക്കും. ഉന്നത സ്ഥാനീയരുടെ സഹായം ഉണ്ടാകും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് പരിശ്രമം വിജയിക്കും. ശത്രുക്കളെ കൊണ്ടും അസൂയാലുക്കളെ കൊണ്ടും മനസ്സിന് വിഷമമുണ്ടാകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകും. വേണ്ടപ്പെട്ടവർ മൂലം പണച്ചെലവും ഉണ്ടായേക്കും.
2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നതാണ്. മകയിരം അവസാന പകുതിയും തിരുവാതിരയും പുണർന്ന മുക്കാൽ ഭാഗവും അടങ്ങിയ മിഥുനക്കൂറുകാർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം ഇവർക്ക് ജന്മരാശിയിലേക്കാണ് മാറുന്നത്. 5, 7, 9 എന്നീ ഭാവങ്ങളിലേക്ക് പൂർണ്ണ ദൃഷ്ടി ഉള്ളതിനാൽ സന്താനങ്ങളിൽ നിന്നും സന്തോഷകരമായ വാർത്തകൾ വന്നെത്തും. സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്ന ദമ്പതിമാർക്ക് ആഗ്രഹം സഫലമാകും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകും. വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയും. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതാണ്. വിവാഹിതർക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ കുറയുകയും പരസ്പര വിശ്വാസം മെച്ചപ്പെടുകയും ചെയ്യും. ലാഭകരമായ ബിസിനസ് വികസനത്തിനുള്ള സാധ്യതകൾ തെളിയും. സമൂഹത്തിലെ ഉന്നതരുമായി സൗഹൃദം സ്ഥാപിക്കുവാൻ കഴിയും. സാമ്പത്തിക നില മെച്ചപ്പെടുകയും സാമൂഹിക പുരോഗതി വർദ്ധിക്കുകയും ചെയ്യും. മതപരമായ പ്രവർത്തനങ്ങളിൽ നേട്ടം കൈവരിക്കും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. ആശങ്കകൾ അകലുന്നതാണ്. തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള തോന്നലുകൾ ഉണ്ടാകുന്നതാണ്. അന്യദിക്കിലേക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. പാഴ്ചെലവുകൾ വർദ്ധിക്കും. വൈകാരികമായ കാര്യങ്ങളിൽ തെറ്റുപറ്റാം. വിദ്യാർത്ഥികൾക്ക് അന്യനാട്ടിൽ പഠനം, തൊഴിൽ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ഏജൻസികൾ വഴി നേട്ടമുണ്ടാകും. ദിവസവേതനക്കാർ, വഴിവാണിഭക്കാർ തുടങ്ങിയവർക്ക് തരക്കേടില്ലാത്ത വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താനങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകും. അവിവാഹിതർക്ക് വിവാഹ സാധ്യതയുണ്ട്. ദമ്പതിമാർക്ക് ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. വസ്തുതർക്കങ്ങൾ ചിലപ്പോൾ വ്യവഹാരത്തിൽ കലാശിച്ചേക്കും. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ സാമ്പത്തികമായ ആശങ്കകൾ നീങ്ങും. കർമ്മരംഗത്ത് വിജയം വരിക്കാനും സമ്പത്ത് ശേഖരിക്കുവാനും കഴിയും. പുരോഗതിക്ക് വഴി തുറക്കപ്പെടും. തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കും അനുകൂല സമയമാണ്. അവിവാഹിതർക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവും ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരവും ലഭിക്കും. സാമ്പത്തിക മേന്മ, കടമകൾ നിറവേറ്റും. വിദേശയാത്രയ്ക്കുള്ള ഭാഗ്യം തെളിയും. സന്താനങ്ങൾ മൂലം സന്തോഷമുണ്ടാകും. ലക്ഷ്യബോധവും ചുമതലാബോധവും ഉണ്ടാകും. ബിസിനസ്സിലും ജീവിതത്തിലും ടെൻഷനും തടസ്സങ്ങളും നീങ്ങുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ദൂരയാത്രകൾ ഗുണകരമാകും. ഉല്ലാസയാത്രയ്ക്കും യോഗമുണ്ട്. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. വിവാഹ ബന്ധങ്ങളിലും ബിസിനസ്സുകളിലും ഉയർച്ച താഴ്ചകൾ ഉണ്ടായേക്കാം. പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം 12ാം ഭാവത്തിലേക്കാണ്. വ്യയം, പതനം, സ്ഥാനചലനം ഇവയൊക്കെ 12ലെ വ്യാഴത്തിൻ്റെ പൊതുവായ ഫലങ്ങളാണ്. വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമുള്ള കാലഘട്ടമാണ്. സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധ വേണം. ദൂരയാത്രകൾ വേണ്ടിവരും. വാഹനത്തിന് അപ്രതീക്ഷിതമായി ചിലവുകൾ വന്നുചേരും. വീടിനും ഔപചാരികമായ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരുന്നതാണ്. പുതിയ വീടോ വസ്തുവോ വാങ്ങുവാനുള്ള ശ്രമം വിജയിച്ചേക്കും. വലിയ ആരോഗ്യ പ്രശ്നങ്ങളെ ഭയപ്പെടേണ്ടതില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾക്കും മനസ്സറിഞ്ഞ് ഉദാരമായ സംഭാവനകൾ ചെയ്യും. വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ പ്രത്യേകമായ താൽപ്പര്യം കാണിക്കും. നിക്ഷേപങ്ങളിൽ നിന്നും പണം പിൻവലിച്ചേക്കും. അന്യദേശ യാത്രയ്ക്ക് സന്ദർഭം ഒരുങ്ങും. ആഭരണ ലാഭത്തിനും യോഗമുണ്ട്. പുത്രസുഖവും ശത്രുനാശവും ഉണ്ടാകും. നിരവധി നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയുന്നതാണ്. മതപരവും ആത്മീയവുമായ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കും. തീർത്ഥാടനത്തിന് അവസരം ഉണ്ടാകും. സാമൂഹിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മാനസിക സംതൃപ്തിയും സമൂഹത്തിൽ ആദരവും ലഭിക്കും. കാര്യങ്ങളുടെ വിജയത്തിന് കഠിനാധ്വാനം വേണ്ടിവരും. വിദേശയാത്രയ്ക്കുള്ള അവസരം ഉണ്ടാകുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കൊഴുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സങ്കീർണത സൃഷ്ടിച്ചേക്കാം. ഉദരസംബന്ധമായ രോഗങ്ങൾക്കും സാധ്യതയുണ്ട്.
വ്യാഴത്തിന് 4, 6, 8 ഭാവങ്ങളിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുള്ളതിനാൽ ചില ചിലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരും. കുടുംബത്തിൻ്റെ സന്തോഷത്തിനുള്ള വിഭവങ്ങൾ സമാഹരിക്കും. കുടുംബ ഐക്യം മെച്ചപ്പെടും. കുടുംബത്തിൻ്റെ അവസ്ഥയിൽ കൂടുതൽ തൃപ്തിയുണ്ടാകും. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ വൈകാരികമായ കാര്യങ്ങളിൽ തെറ്റുപറ്റാം. അധിക ചെലവിനുള്ള സാധ്യത ഉണ്ടാകും. അന്യനാട്ടിൽ പഠനത്തിനോ തൊഴിലിനോ ശ്രമിക്കുന്നവർക്ക് കാര്യം സാധ്യമാകും. കമ്മീഷൻ ഏജൻസി മേഖലകളിൽ നേട്ടമുണ്ടാകും. ചെറുകിട കച്ചവടക്കാർ, ദിവസവേതനക്കാർ എന്നിവർക്കും നേട്ടം പ്രതീക്ഷിക്കാം. അവിവാഹിതർക്ക് വിവാഹ സാധ്യതയുണ്ട്. ദമ്പതിമാർക്ക് ദാമ്പത്യസുഖം പ്രതീക്ഷിക്കാവുന്നതാണ്. വസ്തുതർക്കങ്ങൾ വ്യവഹാരത്തിൽ കലാശിക്കാതെ ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസം, സമ്പത്ത്, സന്താനങ്ങൾ, ദാമ്പത്യ ജീവിതം, ബിസിനസ്, ഭാഗ്യം എന്നിവയിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഭാഗ്യം ചിലപ്പോൾ രാജയോഗത്തിന് സമാനമായ ഫലങ്ങൾ നൽകിയേക്കും. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നതാണ്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും അമിത ചെലവുകളും പ്രതീക്ഷിക്കാം. മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം 11ാം ഭാവത്തിലേക്കാണ്. വ്യാഴത്തിൻ്റെ ഏറ്റവും അനുകൂല ഭാവമായ 11ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 12 വർഷത്തിലൊരിക്കൽ മാത്രം കൈവരുന്ന അനുകൂല അവസരമാണ് ഇത്. അതിപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് സ്വന്തമാണ്. ഇത് ജീവിതത്തിൽ വലിയ വിജയത്തിൻ്റെ കാലഘട്ടമായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു തുടങ്ങും. പണം സമ്പാദിക്കാനുള്ള വഴികൾ എളുപ്പമാകും. സാമ്പത്തിക പ്രശ്നങ്ങൾ അകലുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. തൊഴിൽ അന്വേഷകർക്ക് നല്ല ജോലി ലഭിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും. കിട്ടില്ല എന്ന് കരുതിയ ധനം വന്നുചേരും. വ്യവഹാരങ്ങളിൽ വിജയിക്കുന്നതാണ്. കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. അവാർഡുകളും അംഗീകാരവും തേടിവരും. പ്രശസ്തി ആർജിക്കുവാൻ കഴിയുന്നതാണ്. എല്ലാ മേഖലയിലും ഒരു ആത്മവിശ്വാസം തോന്നും. എല്ലാ കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങുവാനും വിജയിക്കുവാനും കഴിയുന്നതാണ്. ഉന്നതരായ വ്യക്തികളുടെ സഹായവും അതുവഴി നേട്ടവും ഉണ്ടാകും. യുവാക്കൾക്ക് പുതിയ പ്രണയവും വിവാഹവും നടക്കും. കുടുംബത്തിൽ നിന്ന് വസ്തു, വീട്, ധനം എന്നിവ ലഭിക്കാൻ യോഗമുണ്ട്. രോഗമുക്തി, ഗ്രഹസുഖം, ഐശ്വര്യം എന്നിവയും അനുഭവപ്പെടും. എവിടെയും ഒരു ശ്രദ്ധ പിടിച്ചുപറ്റും. തുടങ്ങിവെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ സാധിക്കും. വിദേശത്തു നിന്നും സഹായങ്ങൾ ലഭിച്ചേക്കും. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടാനാകും. തൊഴിൽ മേഖലയിലെ അശാന്തി അവസാനിക്കും. തൊഴിൽ തേടുന്നവർക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനപ്രാപ്തി ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ മുതൽ മുടക്കുകൾക്ക് അനുസരിച്ചുള്ള ലാഭം ലഭിക്കും. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ശാരീരിക പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും. ചെലവ് ക്രമാതീതമായി ഉയരും. കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയും കരുതലും വേണ്ടിവരും. സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ വേണം. ദൂരയാത്രകൾ വേണ്ടി വന്നേക്കും. വിവാഹത്തിനോ വീടിനോ അപ്രതീക്ഷിതമായ ചെലവുകൾ വരും. പുതിയ വീടോ വസ്തുവോ വാങ്ങുവാനുള്ള ശ്രമം വിജയിക്കുന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾക്കും മനസ്സറിഞ്ഞ് ഉദാരമായ സംഭാവനകൾ ചെയ്യും. വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ പ്രത്യേകമായ താല്പര്യം കാണിക്കും. അന്യദേശ യാത്രയ്ക്ക് സന്ദർഭം ഒരുങ്ങും. പുതിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ചില വിഷമതകൾ നേരിട്ടേക്കാം. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നതാണ്. ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദിപകുതിയും അടങ്ങിയ കന്നിക്കൂറുകാർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം 10ാം ഭാവത്തിലേക്കാണ്. തൊഴിൽ മേഖലയിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കും. അമിത ആത്മവിശ്വാസം വിനയായിത്തീരും. വിവേകത്തോടെ സമർത്ഥമായി പ്രവർത്തിക്കേണ്ടി വരും. കുടുംബത്തിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടാൻ ഏതറ്റം വരെയും പോകും. മാതാപിതാക്കളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. കുടുംബാംഗങ്ങൾക്കിടയിലെ പരസ്പര സ്നേഹം വർദ്ധിക്കും. കർമ്മരംഗത്ത് ഉദാസീനതയും ഉന്മേഷരാഹിത്യവും അനുഭവപ്പെടും. തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിക്കേണ്ടി വരും.
ജോലി ലഭിച്ചാലും അത് യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ളത് ആയിരിക്കണമെന്നില്ല. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ തൃപ്തി കുറയുന്നതാണ്. വസ്തുവ്യാപാരത്തിൽ നഷ്ടത്തിന് സാധ്യതയുണ്ട്. പരമ്പരാഗത തൊഴിലുകളിൽ നിന്നും ആദായമുണ്ടാകും. ഋണബാധ്യത പരിഹരിക്കുന്നതിൽ ഭാഗികമായി വിജയിക്കുന്നതാണ്. പുതിയ ചില ബാധ്യതകൾ ഉടലെടുത്തേക്കാം. ദാമ്പത്യ ജീവിതത്തിൽ പിണക്കവും ഇണക്കവും തുടർക്കഥകളാകും. ഉദരവ്യാധി പിടിപെടാൻ സാധ്യതയുണ്ട്. ആഡംബരത്തിനു വേണ്ടി പണം ചെലവഴിക്കും. വിദേശയാത്രയ്ക്കും അവസരമുണ്ടാകും. വ്യക്തിബന്ധങ്ങളിൽ ഊഷ്മളത കുറയും. യാത്രകൾ കൊണ്ട് പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കണമെന്നില്ല. ബിസിനസ്സിൽ മാന്ദ്യം അനുഭവപ്പെടും. വിവാഹകാര്യത്തിൽ തീരുമാനം വൈകും. ഗവേഷകർക്കും കലാകാരന്മാർക്കും പ്രശസ്തി നേടാനാകും. 2, 4, 6 എന്നീ ഭാവങ്ങളിലേക്ക് വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടി ഉള്ളതിനാൽ കഴിയുന്നത്ര പണം സ്വരൂപിക്കുവാനും സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും കഴിയുന്നതാണ്. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും. വ്യവഹാരത്തിൽ വിജയിക്കുവാൻ കഴിയും. കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. പ്രശസ്തിയും അവാർഡും അംഗീകാരവും തേടിവരും. എല്ലാ മേഖലകളിലും ഒരു ആത്മവിശ്വാസം തോന്നും. ഉന്നതരായ വ്യക്തികളുടെ സഹായവും അതുവഴി നേട്ടവും ഉണ്ടാകും. യുവാക്കൾക്ക് പുതിയ പ്രണയവും വിവാഹവും നടക്കും. രോഗമുക്തിയും ഗ്രഹസുഖവും ഐശ്വര്യവും അനുഭവപ്പെടും. ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുവാൻ കഴിയുന്നതാണ്. തുടങ്ങിവെച്ച കാര്യങ്ങൾ പൂർത്തിയാകും. വിദേശത്തുനിന്നും സഹായങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടാനാകും. തൊഴിൽ മേഖലയിൽ അശാന്തി അവസാനിക്കും. തൊഴിൽ തേടുന്നവർക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. സാമ്പത്തിക നില മെച്ചപ്പെടും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനപ്രാപ്തി ഉണ്ടാകുന്നതാണ്. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നതാണ്. ചിത്തിര 2ാം പകുതിയും ചോദ്യം വിശാഖം 3/4 ഭാഗവും അടങ്ങിയ തുലാക്കൂറുകാർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം 9ാം ഭാവത്തിലേക്കാണ്. 6ാം ഭാവത്തിലെ ശനിയുടെ സഞ്ചാരം വളരെ ഗുണകരമാണ്. കാലവിളംബം മാറി കാര്യലാഭം ഭവിക്കും. സംരംഭങ്ങളിൽ നിന്നും നേട്ടങ്ങൾ വന്നെത്തും. സമൂഹ മധ്യത്തിൽ ആദരവും അംഗീകാരവും ലഭിക്കും. ലഘു പ്രയത്നം കൊണ്ട് വലുതായ നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിയും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ പുഷ്ടിയുണ്ടാകും. കുടുംബ സ്വത്തിൽ അർഹമായ വിഹിതം ലഭിക്കുന്നതായിരിക്കും. പ്രണയസാഫല്യം, വിവാഹയോഗം, സന്താനഭാഗ്യം എന്നിവയും പ്രതീക്ഷിക്കാം. വിദേശത്തുനിന്നും മടങ്ങിയവർക്ക് നാട്ടിൽ കഴിവിനനുസരിച്ചുള്ള ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. സാമ്പത്തിക നില മെച്ചപ്പെടും. കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. മനസ്സുഖം കൂടും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനും സ്ഥാനക്കയറ്റത്തിനും യോഗമുണ്ട്. ശത്രുശല്യം കുറയും. കർമ്മരംഗം അഭിവൃദ്ധി പ്രാപിക്കും. കഴിഞ്ഞ 1 വർഷമായി അനുഭവപ്പെട്ടിരുന്ന തടസ്സങ്ങളും പിരിമുറുക്കവും അകലും. അഭിപ്രായ വ്യത്യാസം മൂലം അകന്നു നിന്ന ജീവിത പങ്കാളിക്ക് വീണ്ടും ഒന്നിക്കുന്നതിനുള്ള തീരുമാനമുണ്ടാകും. വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. പുതിയ വാഹനം വാങ്ങും. തൊഴിൽ മേഖലയിലും സാമ്പത്തിക സ്ഥിതിയിലും പുരോഗതി ദൃശ്യമാകും. വീട്, കുടുംബം ഇവയിൽ നിന്നും അകന്നു നിൽക്കുവാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ബിസിനസ്സിൽ പുതിയ പങ്കാളികൾ വന്നു ചേരാം. പുതിയ സംരംഭങ്ങൾക്ക് അനുകൂല സമയമാണ്. അപ്രതീക്ഷിതമായി ചില മേഖലകളിൽ നിന്നും ധനം വന്നു ചേരും. ചൂതുകളിലും ലോട്ടറിയിലും ലാഭം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. 2025 ഡിസംബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ കാര്യങ്ങൾ പൂർണ്ണമായും അനുകൂലമായിരിക്കില്ല. ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടും. കർമ്മരംഗത്ത് ഉദാസീനതയും ഉന്മേഷരാഹിത്യവും അനുഭവപ്പെടും. തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിക്കേണ്ടി വരും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ തൃപ്തി കുറയുന്നതാണ്. വസ്തുവ്യാപാരത്തിൽ നഷ്ടത്തിന് സാധ്യതയുണ്ട്. പരമ്പരാഗത തൊഴിലിൽ നിന്നും ആദായമുണ്ടാകും. ഋണബാധ്യത പരിഹരിക്കുന്നതിൽ ഭാഗികമായി വിജയിക്കുന്നതാണ്. പുതിയ ചില ബാധ്യതകൾ ഉടലെടുത്തേക്കാം. ദാമ്പത്യ ജീവിതത്തിൽ പിണക്കവും ഇണക്കവും തുടർക്കഥകളാകും. ഉദരവ്യാധി പിടിപെട്ടേക്കാം. ആഡംബരത്തിനു വേണ്ടി പണം ചെലവഴിക്കും. ജോലിയിൽ ചെറിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ദൂരദേശ യാത്രയ്ക്കും വിദേശയാത്രയ്ക്കും അവസരമുണ്ടാകും. വ്യക്തിബന്ധങ്ങളിൽ ഊഷ്മളത കുറയും. വിവാഹകാര്യത്തിൽ തീരുമാനം വൈകും. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നതാണ്. വിശാഖം അവസാന കാൽഭാഗവും
അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചികക്കൂറുകാർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം 8ാം ഭാവത്തിലേക്കാണ്. നേട്ടങ്ങൾ മന്ദഗതിയിൽ ആയേക്കും. അനായാസം നേടിയിരുന്ന കാര്യങ്ങൾ പ്രയത്നിച്ച് നേടേണ്ടി വരും. ബിസിനസ് പരമായോ ഔദ്യോഗികമായോ ഉള്ള യാത്രകൾ കൊണ്ട് മെച്ചം കുറയുന്നതാണ്. പലപ്പോഴും സഹിഷ്ണുത പരീക്ഷിക്കപ്പെടാം. കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾ പരിഹരിക്കുക ക്ലേശകരമാകും. രാഷ്ട്രീയ നിലപാടുകളെ ചോദ്യം ചെയ്തു എന്ന് വരാം. സസ്പെൻഷനോ ഡീപ്രമോഷനോ ഉള്ള സാധ്യതകളും കാണുന്നുണ്ട്. സഹപ്രവർത്തകരുടെ പിന്തുണ കുറയാം. ലഘുവായ രോഗപീഠകൾക്കും സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് ക്ലേശങ്ങൾ നേരിടും. ദാമ്പത്യ പ്രശ്നങ്ങൾ വിട്ടുവീഴ്ചയിലൂടെ പരിഹരിക്കും. വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും. വിവാഹ കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാകില്ല. പങ്കാളിത്ത ബിസിനസ്സിൽ നിലവിലുള്ള പങ്കാളിയെ കൊണ്ട് ചില പ്രശ്നങ്ങൾ നേരിടാം. ഇവരുടെ പ്രവൃത്തി മൂലം നഷ്ടവും നിയമപരമായ പ്രശ്നങ്ങളും വരാൻ ഇടയുണ്ട്. വേണ്ടപ്പെട്ടവർ ചിലപ്പോൾ ശത്രുക്കളാകും. സന്താനങ്ങൾക്ക് ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. കൂട്ടുകെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ നേരിടാം. ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകളിൽ ലാഭമുണ്ടാകും. വിദേശത്ത് ജോലിക്കുള്ള ശ്രമം വിജയിക്കുന്നതാണ്. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും. സംരംഭങ്ങളിൽ നിന്നും നേട്ടങ്ങൾ വന്നെത്തും. അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും ധനം വന്നുചേരും. സമൂഹമധ്യത്തിൽ ആദരവും അംഗീകാരവും ലഭിക്കും. ലഘു പ്രയത്നം കൊണ്ട് വലുതായ നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിയും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പുഷ്ടിപ്പെടുന്നതാണ്. കുടുംബസ്വത്തിൽ അർഹമായ വിഹിതം ലഭിക്കുന്നതായിരിക്കും. പ്രണയസാഫല്യം, വിവാഹയോഗം, സന്താനഭാഗ്യം എന്നിവയും പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശത്തു നിന്നും മടങ്ങിയവർക്ക് നാട്ടിൽ കഴിവിനനുസരിച്ചുള്ള തൊഴിലിൽ പ്രവേശിക്കുവാൻ കഴിയും. സാമ്പത്തിക നില മെച്ചപ്പെടും. കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനും സ്ഥാനക്കയറ്റത്തിനും യോഗമുണ്ട്. തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. തൊഴിൽ മേഖലയിലും സാമ്പത്തിക സ്ഥിതിയിലും പുരോഗതി ദൃശ്യമാകും. ബിസിനസ്സിൽ പുതിയ പങ്കാളികൾ വന്നുചേരും. പുതിയ സംരംഭങ്ങൾക്കും അനുകൂല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നതാണ്. മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവും അടങ്ങിയ ധനുക്കൂറുകാർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം 7ാം ഭാവത്തിലേക്കാണ്. ഏറ്റവും അനുഗുണമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ദാമ്പത്യ ജീവിതം ഊഷ്മളമാകും. പരസ്പര ഉത്തരവാദിത്വബോധവും വിശ്വാസവും വർദ്ധിക്കും. ബിസിനസ് വിപുലീകരണം സാധ്യമാകും. കൂട്ടു ബിസിനസ്സുകൾ പ്രയോജനകരമാകും. തൊഴിൽപരമായ യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും. മംഗല്യ തടസ്സങ്ങൾ നീങ്ങും. നല്ല വിവാഹാലോചനകൾ വന്നുചേരും. ഗ്രഹസുഖം അനുഭവപ്പെടും. ഐശ്വര്യം വർദ്ധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലിൽ പ്രവേശിക്കുവാൻ കഴിയും. അശ്രദ്ധ മൂലം ചില പ്രയാസങ്ങളും നഷ്ടങ്ങളും സംഭവിക്കാം. വ്യാപാര രംഗത്ത് ഫലപ്രാപ്തി കൂടും. തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങൾ കുറയുന്നതാണ്. കൂടുതൽ ശമ്പളത്തോടെ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലമാറ്റം പ്രതീക്ഷിക്കാം. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ്. ഉന്നത സ്ഥാനീയർ ആയവരുടെ സഹായം ലഭിക്കും. പ്രതീക്ഷിക്കാത്ത സമയത്ത് കൂടുതൽ ധനം വന്നുചേരും. പുതിയ വാഹനമോ വീടോ ഫ്ലാറ്റോ സ്വന്തമാക്കും. ഗ്രഹനിർമ്മാണത്തിന് തുടക്കമിടുവാൻ കഴിയും. പുതിയ പ്രണയബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട്. ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ഔദ്യോഗിക ജീവിതം തൃപ്തികരമായിരിക്കും. ചുമതലകൾ ഭംഗിയെ നിർവഹിക്കാൻ കഴിയുന്നതാണ്. പിണങ്ങിപ്പിരിഞ്ഞവർക്ക് വീണ്ടും ഇണങ്ങുവാനുള്ള അവസരമുണ്ടാകും. ഉദരരോഗത്തിനും നേത്രരോഗത്തിനും സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുടെ സ്വത്തോ സമ്പാദ്യമോ ആവശ്യത്തിന് ഉതകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉയർച്ച അനുഭവപ്പെടും. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗവും കാണുന്നുണ്ട്. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ നേട്ടങ്ങൾ മന്ദഗതിയിൽ ആയേക്കും. അനായാസം നേടിയിരുന്ന കാര്യങ്ങൾ പ്രയത്നിച്ച് നേടേണ്ടി വരും. ബിസിനസ് പരമായോ ഔദ്യോഗികമായോ ഉള്ള യാത്രകൾ കൊണ്ട് ഗുണം കുറയുന്നതാണ്. പലപ്പോഴും സഹിഷ്ണുത പരീക്ഷിക്കപ്പെടുന്നതായി തോന്നും. കുടുംബത്തിലെ താളപ്പിഴകൾ പരിഹരിക്കാൻ ക്ലേശിക്കുന്നതാണ്. സസ്പെൻഷനോ ഡീപ്രമോഷനോ ഉള്ള സാധ്യതയും കാണുന്നുണ്ട്.
സഹപ്രവർത്തകരുടെ പിന്തുണ കുറയുന്നതാണ്. ലഘുവായ ലോകപീഠകൾക്കും സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് തടസ്സങ്ങൾ നേരിടും. ദാമ്പത്യ പ്രശ്നങ്ങൾ വിട്ടുവീഴ്ചയിലൂടെ പരിഹരിക്കാവുന്നതാണ്. വേണ്ടപ്പെട്ടവർ ചിലപ്പോൾ ശത്രുക്കളായേക്കും. സന്താനങ്ങൾക്ക് ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നതാണ്. ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യപാദകമടങ്ങിയ മകരക്കൂറുകാർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം 6-ാം ഭാവത്തിലേക്കാണ്. പ്രതിലോമ ഭാവങ്ങളാണ് 6-ാം കൊണ്ട് അധികവും ചിന്തിക്കപ്പെടുന്നത്. ഹൃണബാധ്യത പരിഹരിക്കാൻ അത്യുദ്ധാനം വേണ്ടിവരും. ജോലി ഉപേക്ഷിക്കുന്നവർക്ക് പുതിയ തൊഴിൽ ലഭിക്കാൻ ക്ലേശിക്കേണ്ടി വരും. ക്ഷോഭം നിയന്ത്രിക്കാൻ പാടുപെടും. സഹപ്രവർത്തകരുടെ സഹകരണം ഇല്ലായ്മ മൂലം ഔദ്യോഗിക രംഗം അശാന്തമാകും. കൂടുതൽ വരുമാനത്തിനായി ചില അനുബന്ധ ജോലികൾ കൂടി ഏർപ്പെടുന്നതാണ്. ശനി അനുകൂല ഭാവത്തിൽ ഉള്ളതിനാൽ ചിട്ടി, ഊഹക്കച്ചവടം, കമ്മീഷൻ, ഇൻഷുറൻസ്, ലോട്ടറി എന്നിവയിൽ പ്രയോജനം ലഭിച്ചേക്കും. സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ആശ്രയിക്കേണ്ടി വന്നേക്കാം. ചിലർക്ക് വീട് വിട്ട് നിൽക്കേണ്ട സ്ഥിതിയും വന്നുചേരും. നിയമപ്രശ്നങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. മിത്രങ്ങളിൽ ചിലർ ശത്രുക്കളാകും. പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ദാമ്പത്യ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഈശ്വരചിന്ത വിഘ്നങ്ങൾ ഒഴിവാക്കും. മാനസികമായി പിരിമുറുക്കം അനുഭവപ്പെടുന്നതാണ്. എന്നാൽ എന്നെന്നും ഓർക്കുന്ന ചില അനുഭവങ്ങളും ഉണ്ടാകും. പൊതുവെ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടും. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ ജോലി എന്തെങ്കിലും ലഭിക്കാൻ യോഗമുണ്ട്. കുടുംബമായി അകന്നു കഴിയേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. വ്യവഹാരങ്ങൾ ഉള്ളവർക്ക് അത് തീരുമാനമാകാതെ നീണ്ടുപോകും. സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു പക്വതക്കുറവ് അനുഭവപ്പെടും. വേണ്ടപ്പെട്ട ചിലരുമായി അകന്നു പോകുവാനുള്ള സാധ്യതയുമുണ്ട്. സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾക്കും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. വിദൂര വിദ്യാഭ്യാസത്തിനും സാധ്യതയുണ്ട്. ആത്മാർത്ഥമായി പരിഹാരം അനുഷ്ഠിച്ചാൽ നേട്ടങ്ങൾ ഉണ്ടാകും. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും. ബിസിനസ്സുകാർക്ക് വിപുലീകരണം സാധ്യമാകും. ഗ്രഹസുഖം അനുഭവപ്പെടും. ഐശ്വര്യം വർദ്ധിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കും. വ്യാപാര രംഗത്ത് ഫലപ്രാപ്തി കൂടും. തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ കുറയും. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലംമാറ്റം പ്രതീക്ഷിക്കാം. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരം അനുകൂലമാകും. ഉന്നത സ്ഥാനീയർ ആയവരുടെ സഹായം ലഭിക്കും. പുതിയ പ്രണയബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ഔദ്യോഗിക ജീവിതം തൃപ്തികരമാകും. ചുമതലകൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും. പിണങ്ങിപ്പിരിഞ്ഞവർക്ക് വീണ്ടും ഇണങ്ങുവാനുള്ള അവസരമുണ്ടാകും. സകുടുംബം വിനോദയാത്ര നടത്തുവാൻ അവസരം ലഭിക്കും. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ഭാഗ്യദേവത കടാക്ഷിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ഉയർച്ച അനുഭവപ്പെടും. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നതാണ്. അവിട്ടം അവസാന പകുതിയും ചതയവും പൂരുരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം 5-ാം ഭാവത്തിലേക്കാണ്. മനസ്സുഖം അനുഭവപ്പെടും. ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ്. തൊഴിൽ മേഖലയിലെ പ്രതിബന്ധങ്ങൾ ഒഴിവാകും. ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഏകോപിപ്പിക്കുവാൻ കഴിയും. ഉപരി വിദ്യാഭ്യാസത്തിന് മികച്ച അവസരം സംജാതമാകുന്നതാണ്. പ്രണയസാഫല്യം, വിവാഹസിദ്ധി, ദാമ്പത്യ സൗഖ്യം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താന ജന്മം കൊണ്ട് ഗ്രഹം സന്തോഷഭരിതമാകും. സാമ്പത്തികമായി സുസ്ഥിരത്വം സിദ്ധിക്കുന്നതാണ്. താൽക്കാലിക ജോലിയിൽ സ്ഥിരത്വം ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നെത്തും. അന്യദിക്കിൽ നിന്നും സ്വദേശത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കും. കലാപ്രവർത്തകർക്ക് ധാരാളം അവസരങ്ങൾ കൈവരിക്കാനാകും. പൊതുപ്രവർത്തകർക്ക് അംഗീകാരമുണ്ടാകും. ജീവകാരുണ്യപരമായ കർമ്മങ്ങൾ ചെയ്യും. ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. ഭൗതിക നേട്ടങ്ങൾക്കൊപ്പം ആത്മീയമായ വളർച്ചയും കൈവരുന്നതാണ്. ഉന്നത വ്യക്തികളുമായി സഹവാസം ഉണ്ടാകും. ശത്രുക്കളുടെ ഉപദ്രവം കുറയും. തൊഴിലിൽ സംതൃപ്തി അനുഭവപ്പെടും. സന്താനങ്ങൾക്ക് ഉയർച്ചയും സന്താനങ്ങളെക്കൊണ്ട് ഗുണവും ഉണ്ടാകും. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുന്നതാണ്. പുതിയ വീട് പണിയുകയോ വാങ്ങുകയോ ചെയ്യും.
വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. മത്സരങ്ങളിൽ വിജയിക്കും. വിവാഹകാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും. നല്ല സൗഹൃദങ്ങൾ നേട്ടങ്ങൾ നൽകും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. സന്ധിവേദന, ശരീരക്ഷീണം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒഴിവാക്കേണ്ടതാണ്. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ദാമ്പത്യത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങൾ ആയിരിക്കും ലഭിക്കുന്നത്. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ വൈകിയേക്കും. സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ അസംതൃപ്തി ഉണ്ടാകും. അലസത കർമ്മരംഗത്തെ ബാധിച്ചേക്കാം. പങ്കാളിത്ത ബിസിനസ് നഷ്ടത്തിലാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് ഇഷ്ടവിഷയത്തിൽ പ്രവേശനം ലഭിക്കണമെന്നില്ല. അന്യനാട്ടിൽ പഠനത്തിന് അവസരമുണ്ടാകും. മാതാവിൻ്റെ സ്വത്ത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ വിഷമിപ്പിക്കുന്നതായിരിക്കും. ഔദ്യോഗിക ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. സുഖഭോഗങ്ങളിൽ താല്പര്യം കൂടും. വിവാഹത്തിനും ഗൃഹനിർമ്മാണത്തിനും പണം ചെലവഴിക്കും. ധനവരവിൽ മാന്ദ്യം അനുഭവപ്പെടും. ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെയ്യുന്ന ജോലിയിൽ തൃപ്തിക്കുറവ് ഉണ്ടാകും. തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിക്കേണ്ടി വരും. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നതാണ്. പൂരുരുട്ടാതി അവസാന ഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം 4-ാം ഭാവത്തിലേക്കാണ്. വീടിന് അറ്റകുറ്റപ്പണി നടത്തുകയോ പുതിയ വീട് വാങ്ങുകയോ ചെയ്യും. മാനസികമായ ക്ലേശങ്ങൾക്ക് കുറേശ്ശെ അയവുണ്ടാകും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണ ലഭിക്കും. ദാമ്പത്യത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങൾ ആയിരിക്കും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു അസംതൃപ്തി അനുഭവപ്പെടും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതി പത്രങ്ങൾ യഥാസമയം ലഭിക്കാതെ വരും. കർമ്മരംഗത്ത് അലസത ബാധിച്ചേക്കാം. പങ്കാളിത്ത ബിസിനസ് നഷ്ടത്തിലാകാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്വത്ത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉടലെടുക്കാം. വാഹനം വാങ്ങാനുള്ള ശ്രമം വിജയകരമാകും. ഔദ്യോഗിക ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. പ്രായമായ ചിലരുടെ ശത്രുതയ്ക്ക് കാരണമാകും. സുഖഭോഗങ്ങളിൽ താല്പര്യം കൂടും. വിവാഹത്തിനും ഗൃഹോപകരണങ്ങൾക്കും പണം ചെലവഴിക്കും. തടസ്സങ്ങൾ എന്ത് വില കൊടുത്തും നേടും. ധനവരവിൽ മാന്ദ്യം അനുഭവപ്പെടും. ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കാം. ചെയ്യുന്ന ജോലിയിൽ തൃപ്തി കുറയുന്നതായി തോന്നും. ജോലിസ്ഥലത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം. തൊഴിൽ തേടുന്നവർക്ക് കാലതാമസം നേരിടും. ശത്രുക്കളെ കൊണ്ടും അസൂയാലുക്കളെ കൊണ്ടും പ്രയാസങ്ങൾക്കിടയുണ്ട്. സൗഹൃദത്തിലൂടെ വരുന്ന അഭിപ്രായങ്ങൾക്കും ഉപദേശങ്ങൾക്കും അധികം ശ്രദ്ധ കൊടുക്കേണ്ടതില്ല. സൗഹൃദം അവിചാരിതമായി പ്രണയത്തിൽ കലാശിക്കും. വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധക്കുറവും ആത്മവിശ്വാസക്കുറവും ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് ഇഷ്ടവിഷയത്തിൽ പ്രവേശനം ലഭിക്കണമെന്നില്ല. എന്നാൽ അന്യനാട്ടിൽ പഠനത്തിന് അവസരമുണ്ടാകും. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഉപരിവിദ്യാഭ്യാസത്തിൽ മികച്ച അവസരം സംജാതമാകുന്നതാണ്. പ്രണയസാഫല്യം, വിവാഹസിദ്ധി, ദാമ്പത്യ സൗഖ്യം എന്നിവ ഉണ്ടാകും. സന്താന ജന്മത്തിനും സാധ്യതയുണ്ട്. കലാകാരന്മാർക്ക് ധാരാളം അവസരങ്ങൾ വന്നുചേരും. പൊതുപ്രവർത്തകർക്ക് അംഗീകാരമുണ്ടാകും. ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. സന്താനങ്ങൾക്ക് ഉയർച്ചയും സന്താനങ്ങളെക്കൊണ്ട് ഗുണവും ഉണ്ടാകും. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സഫലമാകും. വിവാഹകാര്യത്തിലെ തടസ്സങ്ങൾ നീങ്ങും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നെത്തും. ഭൗതിക നേട്ടങ്ങൾക്കൊപ്പം ആത്മീയമായ വളർച്ചയും കൈവരുന്നതാണ്. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നതാണ്. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.